ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹിമ എഗെയിൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ഒന്നുമല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി വരാറുള്ളൂ. പക്ഷേ ഞാൻ ലാസ്റ്റ് വീക്ക് ആയിട്ട് ഒരു രണ്ട് നൈറ്റ് വെച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഒന്നും ഉറക്കമില്ല. സോ അത് കാരണം ഞാനങ്ങനെ ചെറിയ ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കുമെന്നല്ലാണ്ട് ലോങ് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഉള്ളിപ്പണി ഉണ്ടാക്കാൻ പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അപ്പു കടയിൽ പോയപ്പം സവോള ഒരു 5 കിലോ സവോള അവൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ വിലയില്ലായിരുന്നു, ഓഫറിനാണ്. അപ്പം 5 കിലോൻ്റെ ഒരു വലിയ പാക്കറ്റ്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാമെന്ന് അറിയാണ്ട് ഞാൻ ഉള്ളി കറി വരെ വെച്ചു. സവോള വെച്ച് ഞാൻ കറി വരെ ഉണ്ടാക്കി. ഇനി ഉള്ളി ബാക്കിയിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. ഗൈസ്, ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയോ? 1 മണിയാകുമ്പോൾ പോവാം. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ അവനൊന്നും ഇവിടെ ഇല്ല, അവനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി, ഒരു പണിയുമില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ടി വിയിൽ വീഡിയോസ് കണ്ട സമയത്താണ് ഒരു വല്യപ്പച്ചൻ ഉള്ളിവട ഉണ്ടാക്കുന്നത്. അപ്പം നോക്കുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ മതി. ആണെങ്കിൽ ഉള്ള സാധനങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഉണ്ട് താൻ, ഉള്ളി അടക്കം. ഞാനാണെങ്കിൽ ഉള്ളി കൊണ്ട് എന്താ ചെയ്യാമെന്ന് ഐഡിയ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചൻ ഉള്ളിവട ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നുണ്ടാക്കി എടുക്കുന്നത്. രാവിലെ അപ്പ് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, സവോള. അപ്പച്ചൻ തൈരാണോ മോരാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഇതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. പിന്നെ കുറച്ച് മൈദ, അത്രയും മതി. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കണം. ഓക്കെ, അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഞാനെല്ലാം തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, ഇതിൻ്റെ കൂടെ കരിവേപ്പിലയും വേണം കേട്ടോ. അത് ഞാൻ ഫ്രീസറിലാണ് വെച്ചേക്കണം, ഇപ്പം തന്നെ എടുത്ത് പുറത്ത് വെക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ കരിവേപ്പില എപ്പോഴാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, സവോള, ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ ഗൈസ്, ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലായിരിക്കും ഉള്ളിവട എന്നാണ് കേട്ടോ അവനോട് വലിയ പച്ചൻ വീഡിയോയിൽ പറഞ്ഞേ. ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കുക. ഞാൻ ഇതുവരെ ഉള്ളിവട ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഞാൻ ഒരു ഷെഫാവാൻ പോണ ഗൈസ്. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിരിക്കുന്നു ഗൈസ്. അയ്യോ, എന്താണെന്ന് അറിയത്തില്ല, ഈ ഉള്ളിക്ക് കുറച്ച് എരിച്ചിൽ കൂടുതലാണ്. നാട്ടിലത്തെ പോലെയല്ല, എനിക്കറിയത്തില്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇത് തൊലി പൊളിച്ചാൽ മതി, അന്നേരം തൊട്ട് ഞാൻ കരയാൻ തുടങ്ങി. ഉള്ളി എറിഞ്ഞ് കരഞ്ഞ് ഞാനൊരു വഴിക്കായി ഗൈസ്. ഇതെൻ്റെ ഐഡിയയിൽ പോയി, ഞാൻ തുടങ്ങിയും പോയി, ഇനിയിട്ടിട്ട് പോകാനും വയ്യ. സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഞാൻ 4 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഒത്തിരി ഉണ്ട്. ഞാൻ അരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 3 ഉള്ളി മാത്രം എടുക്കുന്നതാണ്. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ഉണ്ടായിട്ട് സക്സസ് ആയ കുറച്ച് സോജിക്കും കൊണ്ടുപോകും. സക്സസ് ആയാൽ ഇല്ല ഞാൻ കൊടുക്കില്ല ഗൈസ്. വെറുതെ എന്തിനാ അവരെ ചീത്ത കൂടെ ഞാൻ കേൾക്കണേ. ഇതാകുമ്പോൾ അവൻ്റെ മാത്രം കിട്ടാൻ പോരെ. പക്ഷെ ഞാൻ ആക്ച്വലി ഉള്ളിവടേൻ്റെ വലിയ ഫാനല്ല. പരിപ്പുവട ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ഉള്ളിവട എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. ഈ ഉള്ളിവട എന്ന് പറയുമ്പം അതിൻ്റെ പുറത്തെ ഭാഗം നന്നായിട്ട് കരിഞ്ഞിരിക്കത്തില്ലേ, അത് മാത്രം എന്നിട്ട് ഉള്ളിലെ ഉണങ്ങാത്ത ഭാഗം ഞാൻ ജസ്റ്റ് കളയും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുക. അപ്പം ഞാൻ ഒരു വിധത്തിൽ ഉള്ളിയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. അതായത് ഇത്രയും ഉള്ളിയുണ്ട്. പിന്നെ ഇതാ 4-5 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ടിൽ വട്ടത്തിൽ അരിഞ്ഞാട്ടോ നല്ലത്.
അതാകുമ്പോൾ നമുക്ക് ഒത്തിരി വലിയ വലിയ പീസ് ഇതിനകത്ത് വരത്തില്ലല്ലോ. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തതാണേ. ഇനി ഇതെല്ലാം കൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതായത് സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മോര്, ഉപ്പ്, കറിവേപ്പില ഇത്രയും കൂടെ കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഞെരടി എടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാൻ പോണേ. ഇവിടെ കരിവേപ്പില വാങ്ങിയാൽ ഞാൻ ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണ ഞാൻ ഉണ്ടാക്കുന്ന സമയത്തേക്ക് മാത്രം എടുത്ത് ഇടുക എന്നല്ലാണ്ട് ഞാനങ്ങനെ പുറത്ത് വെക്കാറില്ല. അതിനകത്തേക്ക് ഞാൻ കുറച്ച് യോഗട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ കരിവേപ്പില ഇട്ടു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാവേ. ഇപ്പം നമുക്ക് ഇത്ര ഉപ്പിട്ടിട്ട് തിരുമ്മാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൈദ ഇടുമ്പം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാനിത് നന്നായിട്ട് ഒന്ന് തിരുമ്മി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് മൈദ ചേർക്കണം. മൈദ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒതുക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കണമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഞാനിപ്പം അപ്പം ഉണ്ടാക്കാൻ നോക്കിയാലും ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ കോൺഫ്ലോർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും വരും. അപ്പോൾ ആ പറഞ്ഞ സാധനമൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഉള്ളിവട കടലമാവ് കൂട്ടിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ അവർ മൈദ വെച്ചാണ് ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മൈദ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൈദ ഇട്ടിട്ട് ബാക്കി ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് മൈദ ഇടാൻ പോവാണേ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ 2 കിലോ സവോളയ്ക്ക് 1 കിലോ മൈദ എന്നാണ് അവർ കണക്ക് പറഞ്ഞത്. പക്ഷേ എനിക്ക് കണക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്തതിനനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒരു കപ്പ് മൈദ ഇടുക. എന്നിട്ട് ഇത് ഇച്ചിരി വെള്ളവും ഉപ്പും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മാവ് കുഴച്ച് സെറ്റാക്കി. ഇനി ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ വെക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇച്ചിരി പൊന്തി വരുമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം. സോ എന്തായാലും ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ട് ഇനി ഇത് ഉണ്ടാക്കാം. വേറൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി ഉപ്പും കാര്യങ്ങളും എല്ലാം ഏകദേശം കറക്റ്റാണ്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്, ഉള്ളിവട എന്താകുമെന്ന് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. ഗൈസ് മാവ് വെച്ചിട്ട് ഒരു മണിക്കൂറായി കേട്ടോ. ഞാൻ സീരീസ് കണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാം. കുറച്ചിപ്പോൾ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് സെറ്റാണെങ്കിൽ ബാക്കി രാവിലെ അപ്പോൾ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. എണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എനിക്കിങ്ങനെ വലിയതാക്കി ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞാനിങ്ങനെ ചെറിയ ചെറിയ പോർഷനാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ് നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേപ്പൊന്നും നോക്കണ്ട, സാധനം ഉള്ളിവടയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ വലിയതാക്കി ഉണ്ടാക്കിയില്ല. അപ്പോൾ ഉള്ളിലേക്ക് വെന്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം സമയം 3:30 ഗൈസ്. എനിക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നോക്കൂ, ഇത് റെഡിയായി. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാവേ. സത്യം പറയാലോ ഗൈസ്, ശരിക്കും നന്നായിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നന്നാവുമെന്ന്. സത്യമായിട്ടും ഗൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് സാധനം, അടിപൊളി. ഞാനൊരു കാര്യം ആരോടും ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കി നോക്കിയൊരു കാര്യം ഞാൻ ആരോടും ഉണ്ടാക്കി നോക്കാൻ പറയാറില്ല. പക്ഷെ സത്യമായിട്ടും ഗൈസ് ഇത്രയും സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്
അടിപൊളി സാധനം, അടിപൊളി. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി, എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി മൈദ ഹെൽത്തി അല്ലാന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കടലമാവ് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും ഗൈസ്, ഇതിന് ഞാൻ ആകെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് യോഗട്ട്, സവോള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, മൈദ, ഉപ്പ്, പൊരിച്ചെടുക്കാനുള്ള കുറച്ച് ഓയിൽ, ഇത് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഗൈസ്. പക്ഷേ സത്യമായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സെറ്റാവും ഗൈസ്, എനിക്ക് ഉറപ്പാണ്. ട്രൈ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സെറ്റായെങ്കിൽ കമൻറ്റ് ചെയ്യും പ്ലീസ് 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 പ്ലീസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. ബൈ.